ഹായ് കൂട്ടുകാരെ, അസ്സലാമലൈക്കും. എല്ലാവരും എന്നാ പറയുന്നു? സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ? റാഹത്താണോ? കമൻറ്റ് കേട്ടോ. അപ്പം ഞാനിന്ന് വന്നേക്കുന്നത്, ഞാനിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നേ. അതിൽ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോയെ കണക്ട് ചെയ്തിട്ടുള്ളൊരു വീഡിയോയാണ്. അയാൾ പറയുന്ന കാര്യങ്ങളാണ് അതിൻ്റെ യഥാർത്ഥ സംഭവം എന്താണെന്ന് അയാൾ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ക്യാരക്ടറായിട്ട് വന്നേക്കുന്നത് നമ്മുടെ ഷാജിദ ഷാജിയാണ്. അത് ഷാജിദ ഷാജി പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ടാണ് ചിരി വരുന്നത്. എന്തെന്ന് വെച്ചാലേ, ഇത്രയ്ക്കും ബോധമൊക്കെ ഉണ്ടെങ്കിൽ സ്വന്തം ലൈഫ് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിക്കൂടെയോ? ബാക്കിയുള്ളവരുടെ ലൈഫിനെ തെരഞ്ഞു പിടിച്ച് നന്നാക്കാൻ നടക്കുക. എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്ക്. സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണും. ഓക്കെ, ഫുള്ളായിട്ട് ഇരുന്ന് കാണും. എനിക്ക് ഇന്നും ഇന്നലെ ആയിട്ട് കുറേ ആളുകൾ മെസ്സേജ് അയക്കുന്നുണ്ട്. സാജിദ ഷാജി നിൽക്ക്, സാജിദ ഷാജി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിന് എനിക്ക് സപ്പോർട്ടായിട്ടും എൻ്റെ എക്സ് വൈഫിനെതിരായിട്ടൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ യൂട്യൂബിൽ അങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറില്ല. ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് അതോടുകൂടി അവിടെ നിർത്തി ചെയ്തിട്ടുണ്ടായിരുന്നു. ആവശ്യത്തിന് മറ്റുള്ളൊരു മനുഷ്യന് ചോറ് തിന്നുന്ന വ്യക്തികൾക്ക് മനസ്സിലാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറേ ആളുകൾ കണ്ടിട്ടുമുണ്ട്, ചില ആളുകൾക്ക് കണ്ടിട്ട് നട്ടം തിരിഞ്ഞവനുമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കുറേ ആളുകൾ, ഞാൻ ആരെയും ഒന്നും ഏൽപ്പിച്ചിട്ടൊന്നുമില്ല. ഈ ഒരു വിഷയം നടക്കുന്നത് ഞാനിതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഈ വീഡിയോസ് ഫുള്ളായിട്ട് ഇരുന്ന് കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതിനനുസരിച്ചിട്ട് കമൻറ്റ് ഇടുക. എൻ്റെ മോള് പറഞ്ഞ പോലെ തന്നെ ഞാൻ അവരുടെ ഉമ്മാൻ്റെ കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാൻ പോകാത്തൊരു വ്യക്തിയാണ്. അത് പണ്ടും അങ്ങനെ ഇടപെടില്ല, ഇപ്പോഴും ഇടപെടില്ല. എന്നെയാണ് ഉപദ്രവിക്കുന്നത്. എന്നെ ഉപദ്രവിക്കുമ്പം ഞാൻ സഹി കെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ തിരിച്ച് ഉപദ്രവിക്കും. അത് ചിലപ്പോൾ തെറി രൂപത്തിലാവാം, അല്ലെങ്കിൽ അവർ കാണിച്ചിട്ടുള്ള പല കോപ്രായങ്ങൾ കാരണമാവാം. ലോകത്ത് ആദ്യമായിട്ടൊന്നല്ല ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മാറ്റർ നടക്കുന്നത്. ആദ്യമായിട്ടൊന്നല്ല ഡിവോഴ്സ്. ഒരുപാട് ആൾക്കാർ ഡിവോഴ്സ് നടന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഡിവോഴ്സിൽ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരുണ്ട്. ഒരുപാട് ആൾക്കാർ ആഫ്റ്റർ ഡിവോഴ്സിന് ശേഷം ജീവിതം എന്താണെന്ന് അറിയുന്ന ആളുകളുണ്ട്. ഓക്കെ ഓക്കെ ഓഫീസിൽ പോയില്ല, ഞാൻ ചെറിയ പണിയിട്ടതാ. ചെല്ലേ ഇല്ല, ഇപ്പം എനിക്കിത് സംസാരിക്കാണ്ട് പറയാം കുറച്ച് കാര്യങ്ങൾ. അത് അതേ മരക്കന്നെ എടുത്തിട്ട് ഇവിടെ തന്നെ വെക്കണം കേട്ടോ. ഓക്കെ, അപ്പം ലോകത്ത് ആദ്യമായിട്ടൊന്നല്ല ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കാര്യം നടക്കുന്നത്. രണ്ട് വ്യക്തികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിൽ നല്ല രീതിയിൽ അത് ഡിവോഴ്സായിട്ട് അടുത്തൊരു ജീവിതം എന്താണെന്നുള്ള വെച്ചാൽ ജീവിച്ച് തീർക്കാൻ സംഭവം. നമുക്ക് ലൈഫിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടാനുണ്ട്. മെൻ്റൽ റിലേഷൻഷിപ്പ്, നമ്മളെ പരിഗണിക്കുക, നമ്മളെ കൂടെ ഇരിക്കുക, നമ്മളെ ബഹുമാനിക്കുക, സ്നേഹിക്കുക, റെസ്പെക്റ്റ്, മറ്റുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ വക സംഭവങ്ങളൊന്നും നമ്മുടെ ലൈഫിൽ നമുക്ക് കിട്ടുന്നില്ലെങ്കിൽ, ആണാവട്ടെ പെണ്ണാവട്ടെ, നമുക്ക് നമ്മുടെ ലൈഫ് നമുക്ക് ചൂസ് ചെയ്ത് പോകാൻ പറ്റും. ഇനി കാര്യത്തിലോട്ട് കിടക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ഒരു സ്ക്രീൻ റെക്കോർഡ് ഞാൻ നിങ്ങൾക്ക് ആദ്യം കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഇതാണ് ആ സ്ക്രീൻ റെക്കോർഡ്. ഇത് വളരെ വ്യക്തമായിട്ട് ഇരുന്ന് കണ്ടു നോക്കുക, കേട്ട് നോക്കുക സംഭവം. അതാണ് അവൻ്റെ ഏറ്റവും വലിയ സൈക്കോളജിക്കൽ മൂവ്മെൻറ്റ്. മക്കളെ മുന്നിലിട്ടിട്ട് ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റുക, അതിലൂടെ ഫെയിം ആവുക, അതിലൂടെ കുറേ ഫ്രണ്ട് സർക്കിൾ, പ്രത്യേകിച്ച് ഗേൾസ് ഗ്യാങ്സ് ഉണ്ടാക്കുക. എന്തൊക്കെയാണ് അവിടെ നടക്കണമല്ലോ അറിയോ ഷാജി? അവിടെയൊക്കെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞാണ്ടല്ലോ, അവിടെ ചെന്നുണ്ടല്ലോ വെട്ടിക്കൊല്ലും. അമ്മമാരി കാട്ടിക്കൊല്ലാണ് ഒരു മറക്ക് പിന്നീട് നാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ എന്താ ഭയങ്കര സീന് നടക്കണ്ടല്ലോ യൂട്യൂബിൽ ഇങ്ങനെ കാണാം. എന്തൊക്കെയപ്പോൾ പുതിയ പ്രശ്നങ്ങൾ, മറ്റേ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തോ? ഞാൻ ഇന്നലെ ഇങ്ങനെ എൻ്റെ സീൻ അവിടെ നിൽക്കട്ടെ, നീ പറഞ്ഞതിലൊക്കെ സത്യം ഉണ്ടോ ഇല്ലേന്നും കൂടി എനിക്ക് അറിയണമായിരുന്നു. അപ്പോൾ കൂടുതൽ നീ പറഞ്ഞതിനേക്കാളും കൂടുതൽ സത്യങ്ങൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് നിൻ്റെ ഹസ്ബൻഡിലൂടെ അല്ല, വേറൊരാളിലൂടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിൻ്റെയും ഭാഗവും നിൻ്റെ ഹസ്ബൻഡിൻ്റെ ഭാഗവും ഞാൻ കേൾക്കാൻ തയ്യാറാണ്.
നിന്റെ ഭാഗം ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടു. ഇനി നിന്റെ ഹസ്ബൻഡിന്റെ ഭാഗവും നിന്റെ മക്കളുടെ ഭാഗവും കൂടി എനിക്കൊന്ന് ക്ലിയർ ആയിട്ട് കേൾക്കാനുണ്ട്. പിന്നെ എന്താ പറയാ, കുറേ സംഭവങ്ങൾ എനിക്ക് ലിസ്റ്റ് കിട്ടിയിട്ടുണ്ട്. ഏതാ സത്യം ഏതാ നുണാന്നൊന്നും എനിക്കറിയില്ല. എൻ്റെ സംഭവങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങളുടെ സംഭവങ്ങളാണല്ലോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭർത്താവും ഭാര്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേക്കുന്നത്. കൂടെ കിടന്ന് കൂടെ ഇത്ര വർഷം 10-13 വർഷം ജീവിച്ച് 3 മക്കൾക്ക് ജന്മം നൽകി ആ ഉമ്മ ഉപ്പയാണ് ഈ സോഷ്യൽ മീഡിയയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും. ഞാൻ നിനക്ക് പേഴ്സണലായിട്ട് അല്ലെങ്കിൽ നിനക്ക് ഞാൻ മെസ്സേജ് അയക്കും, നീ എനിക്ക് മെസ്സേജ് അയച്ചപ്പോഴും നിന്നോട് മാന്യമായ രീതിയിലാണ് ഞാൻ സംസാരിച്ചിട്ടുള്ളത്. പിന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാൽ, നിന്റെ മക്കളുടെ ഉപ്പയാണ്, നിന്റെ ഹസ്ബൻഡായിരുന്നു 10-13 വർഷം. ഓന് നിനക്ക് ഒരു കുറവും വരുത്തിയിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ നീ എന്തുകൊണ്ടാണ് ഗൾഫിലോട്ട് പോവാത്തെ? എന്തിനാണ് പാസ്പോർട്ട് കാര്യങ്ങളൊക്കെ കത്തിച്ച് വിട്ടേ? ആ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരണം. പിന്നെ നിന്റെ കൂടെ ഉള്ള ആൾ ആരാണ്, നിനക്ക് സപ്പോർട്ടായിട്ട് ആരാണ് നിൽക്കുന്നതെന്നും, പിന്നെ എന്താ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാരൊക്കെ എന്താണ് നിനക്ക് എതിരെ? നിന്റെ ഉപ്പ നിന്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലായി, പക്ഷെ നിന്റെ ഉമ്മ നിന്റെ ആങ്ങളാര്, ഹസ്ബൻഡിന്റെ ഉമ്മ ഉപ്പ അവരുടെ ഏട്ടൻ അനിയന്മാരെല്ലാം എതിരാണ്. അപ്പം ഇതൊക്കെ എന്താണ് സംഭവങ്ങൾ ഒന്നും കൂടി ക്ലിയർ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ചിട്ട് വീഡിയോസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് തിരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി എറിയണത് ഈ മക്കളില്ലേ, ഈ പെൺകുട്ടി പറയണ, നിങ്ങൾക്കൊരു പെൺകുട്ടി ഉണ്ട്, 2 ആൺകുട്ടികളുണ്ട്. ഈ പെൺകുട്ടി വളർന്നു വരുമ്പോൾ പിന്നീട് അത് ഭാവിയുണ്ട്, ആ കുട്ടിക്ക് ഒരു ജീവിതമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് ഇപ്പം നിനക്കൊരു 10-32 വയസ്സായിട്ടുണ്ടെങ്കിൽ നിന്റെ ലൈഫ് കഴിഞ്ഞ് നിന്റെ 10-40 വയസ്സായ നിന്റെ ലൈഫ് ഏകദേശം തീരാനായി. അപ്പോൾ ആ പെൺകുട്ടി വളർന്നു വരുമ്പോൾ ഉമ്മയും ഉപ്പയും ചളി സോഷ്യൽ മീഡിയയിൽ വാരി തേക്കുമ്പോൾ ഇത് നിങ്ങൾ ഡിലീറ്റ് ആക്കിയാലും ഇത് സോഷ്യൽ മീഡിയയിൽ കടന്ന് ഇങ്ങനെ കളിക്കും. കാരണം വേറെ ആൾക്കാർ കുറേ ഇത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നോട് പറയാനുള്ളത്, അവരുടെ മക്കളുടെ ഉപ്പയാണ്, മക്കളുടെ നീ ഹസ്ബൻഡിൻ്റെ കൂടെ നീ 10-13 വർഷം ജീവിച്ചെന്നാണ് എൻ്റെ ഒരു അറിവ്. ഓന് 10-12 വയസ്സ് അവനെ കാണുമ്പോൾ തോന്നുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഞാനും ഒരു ഹസ്ബൻഡിനൂടെ ജീവിച്ചതാണ് 15 കൊല്ലം. 15ാമത്തെ വയസ്സിൽ 2009 മാർച്ച് 29 കല്യാണം കഴിഞ്ഞൊരു വ്യക്തിയാണ്. എൻ്റെ കല്യാണം കഴിഞ്ഞ് ഞാൻ എൻ്റെ ഇക്കാൻ്റെ കൂടെ പോയതിന് ശേഷം എൻ്റെ ഇക്ക പറഞ്ഞതാണ് എൻ്റെ ലോകം. ഇക്ക പറഞ്ഞതിനപ്പുറം എൻ്റെ ഉമ്മ എൻ്റെ ഉപ്പ പറഞ്ഞതും കൂടി ഞാൻ കേൾക്കാറില്ല. എൻ്റെ ഉമ്മാനെ കാണണ്ട ഉപ്പാനെ കാണണ്ട പറഞ്ഞാലും കൂടി ഞാൻ ആ ഭാഗത്തേക്ക് പോവാറില്ല. വർഷക്കണക്ക് പോവാറില്ല. 10-15 കൊല്ലമൊക്കെ ഞാൻ ഇവിടെ വരാണ്ടിരുന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. പിന്നെ എന്തുകൊണ്ട് നിന്റെ ഹസ്ബൻഡ് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. കാരണം ഞാൻ അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു സ്ത്രീയായിരുന്നു, ഒരു വ്യക്തിയായിരുന്നു, ഭാര്യയായിരുന്നു, ഒരു ഫ്രണ്ടായിരുന്നു, ഒരു മക്കളുടെ ഉമ്മ, അത്രയും നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഉമ്മ ആയിരുന്നു. ഇപ്പോഴും ഞാൻ എൻ്റെ മക്കളെ പൊന്നുപോലെ നോക്കുന്നുണ്ട്, ഒരാളുടെയും തുണയില്ലാണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിന്നോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി തേച്ചിട്ട് കാര്യമില്ല. നീ ഡൈവോഴ്സിന് അപ്ലൈ ചെയ്തിട്ട് നീ ഡൈവോഴ്സ് വാങ്ങിയിട്ട് നിന്റെ മക്കളിൽ നിനക്ക് തരികയാണെങ്കിൽ അവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ചിലപ്പോൾ നിന്റെ മക്കളിൽ നിനക്ക് തരുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്ത് തെറ്റുണ്ട് പറഞ്ഞാൽ ആ മക്കളിനെ അവനെ ഏൽപ്പിക്കുകയായിരിക്കും. അതറിയില്ല എങ്ങനെയാണ് കോടതി നിയമങ്ങളെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഇതിനെ പറ്റിയിട്ട് അറിയാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് പറയുന്നില്ല. അപ്പോൾ നൈനു ആയാലും നിങ്ങളുടെ നൈനു മോളായാലും മോനായാലും മൂത്ത മോനായാലും അവർക്കും കുറേ സത്യങ്ങൾ പറയാനുണ്ടാവും. ആ കുട്ടികൾ നിങ്ങളുടെ കൂടെ ജീവിച്ചതാണ്. എൻ്റെ മക്കൾ, എൻ്റെ ചാരിക്ക് മോനടക്കം എൻ്റെ കാര്യങ്ങൾ വിളിച്ചു പറയും. അല്ലെങ്കിൽ അവൻ്റെ ഉമ്മമ്മ ചെയ്യണത്, അവൻ്റെ മാമ ചെയ്യണത്, അല്ലെങ്കിൽ ഞാൻ ചെയ്യണത് എന്താണെന്ന് എൻ്റെ മക്കൾക്ക് അത് നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. ഒരു ഉപ്പയും ഉമ്മയും പറഞ്ഞ് പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. കണ്ട് വളരണ ചെറുപ്പം മുതലേ ഇന്നത്തെ മക്കൾക്ക് നല്ല ബ്രെയിനാണ്. അവർ ചെറുപ്പം, നമ്മൾ പണ്ടുള്ളവർക്കൊക്കെ മൊയന്തുകളാണ്, നമുക്കൊന്നും അങ്ങനെ അറിയില്ല. പക്ഷെ ഇന്നത്തെ മക്കൾ ചെറുപ്പം മുതലേ സോഷ്യൽ മീഡിയ വേറുള്ളത് ബാക്കിയുള്ളതൊക്കെ കണ്ടു പഠിക്കുന്നതുകൊണ്ട് തന്നെ ആ മക്കൾക്ക് നന്നായിട്ടറിയാം. പിന്നെ നിന്റെ മോളായാലും നിന്റെ മൂത്ത മോനായാലും എന്തിൻ്റെ പേരിലാണ് അവൻ്റെ കൂടെ നിൽക്കണതെന്നും നിങ്ങളെ തമ്മിൽ നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞു തരികയാണെങ്കിൽ. അതങ്ങനെ തന്നെയാ. ആദ്യം നമ്മൾ ഒരുപാട് തളരും, കാരണം എനിക്ക് ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വന്നിരുന്നു. ഇത്താനെ ഒരു മൊത്തത്തിൽ ആൾക്കാരെടുത്തിട്ട് കുടഞ്ഞിരുന്നില്ലേ, അതേപോലെ എനിക്കൊരു ടൈം വന്നിരുന്നു എല്ലാവരും എനിക്ക് നേരെ. കാരണം അവൻ യൂട്യൂബിൽ എന്നെക്കുറിച്ച് വീഡിയോ ഇട്ട സമയത്ത് അവൻ്റെ വീഡിയോ ഓപ്പൺ ആക്കിയിട്ട് കമൻറ്റ് വായിച്ച് കഴിഞ്ഞാൽ നമ്മൾ തളർന്നു പോകും. അങ്ങനെ പിന്നെ ഇൻസ്റ്റയിൽ എന്നെ പറ്റി കുറേ വീഡിയോസ് ഇട്ടിരുന്നു. ആ സമയത്തൊക്കെ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. ഡ്യൂട്ടിക്ക് പോകാൻ വയ്യ. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടിക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ആളുകൾ വരെ എന്നോട് ചോദിക്കാൻ തുടങ്ങി, എന്നെക്കുറിച്ചല്ലേ പറയണമെന്നുള്ളൂ. അങ്ങനെ ഭയങ്കര മെൻ്റലി പറ്റ ഡൗൺ ആയി. അപ്പം
പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഞാൻ വിചാരിച്ചു ഒരു 4-5 മാസം ഞാൻ കരഞ്ഞിരുന്നിട്ടുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു നമുക്ക് നമ്മൾ തന്നെ ഉണ്ടാവുള്ളൂ. നമ്മൾ അതിനങ്ങോട്ട് ഫേസ് ചെയ്യാൻ തുടങ്ങി. മൈൻഡേ ചെയ്യില്ല, നെഗറ്റീവ് വന്നാലും ഒരാളെയും മൈൻഡ് ചെയ്തില്ല. നമ്മളെ ലൈഫ് നമ്മൾ നോക്കുക, നമ്മൾ നന്നായാൽ നമുക്ക് നല്ലത്. നമ്മളെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ നിങ്ങളങ്ങ് വിചാരിക്കും, നിങ്ങൾക്ക് എത്രയോ ആൾക്കാരത് കേൾക്കണം, നിങ്ങളതിൻ്റെ ഒരു 100-ൽ 10 എനിക്ക് കേട്ടിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ നിങ്ങളെ കുറിച്ച് തന്നെ ആലോചിക്കും, നിങ്ങളെ പെൺകുട്ടികളായിട്ട് നടക്കുന്നത്. കേട്ട് നോക്കിയാ ഈ ഒരു വീഡിയോ സ്ക്രീൻ റെക്കോർഡ് ഞാൻ ഈ സാജി എന്ന് പറയുന്ന വ്യക്തിയായിട്ട് പേഴ്സണലായിട്ട് ഒരു സംസാരമോ അല്ലെങ്കിൽ ഒരു ചാറ്റോ ഒന്നും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഞാനും ഈ സാജിയായിട്ട്. പക്ഷെ കഴിഞ്ഞ ഒരു 2 വീക്സ് ബിഫോർ ഈ ഒരു സ്ക്രീൻ റെക്കോർഡ് കണ്ടില്ലേ, ഇതിൻ്റെ ഈ സ്ക്രീൻ റെക്കോർഡ് എൻ്റെ എക്സ് വൈഫ് സാജിക്ക് അയച്ചിട്ടുള്ള ഒരു സ്ക്രീൻ റെക്കോർഡാണ്. ഇതിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് നിങ്ങൾ ഈ 5 മക്കളെ നോക്കുന്നത്, നിങ്ങളൊക്കെ ഭയങ്കര ബോൾഡാണ്, നാട്ടുകാരൊക്കെ നിങ്ങളെ എടുത്ത് തെറി വിളിക്കുന്നുണ്ടല്ലോ, എങ്ങനെ സമൂഹത്തിൽ ജീവിക്കുന്നത്, എനിക്ക് നിങ്ങളൊന്ന് കാണണം, നിങ്ങൾ അതിലൂടെ പോകുമ്പോൾ മലപ്പുറം ഡിസ്ട്രിക്റ്റിൽ ഇറങ്ങുമോ, എനിക്ക് നിങ്ങളെ കാണാൻ വലിയ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ചാറ്റാണ് ഇപ്പം നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ സാജിനെ എൻ്റെ എക്സ് വൈഫ് വിളിച്ചിട്ടുള്ളതും മെസ്സേജ് അയച്ചിട്ടുള്ളതും എൻ്റെ എക്സ് ഹസ്ബൻഡിനെ കുറിച്ച് എനിക്കൊരു വീഡിയോ ചെയ്യണം, എനിക്ക് എൻ്റെ മക്കളെ തിരിച്ച് കിട്ടണം എന്ന് പറഞ്ഞിട്ടാണ് വീഡിയോ ചെയ്തിട്ടുള്ളത്, വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചിട്ടുള്ളത്. അപ്പം ഇനിയിപ്പോൾ സാജിനെ പറ്റിയിട്ട് പറയുകയാണെന്ന് വെച്ചെങ്കിൽ, നിങ്ങൾ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയ കൂടെ ട്രോളുന്നുണ്ട്, ഒരുപാട് ആളുകൾ തെറി വിളിക്കുന്നുണ്ട്. അപ്പം ഞാൻ പറയട്ടെ, സ്വന്തം കുടുംബത്തിൽ തന്നെ കുറേ ആളുകൾ പല പ്രശ്നങ്ങളായിട്ട് നടക്കുന്നുണ്ട്. അതൊക്കെ തീർത്തിട്ടാണ് നമ്മളിപ്പോൾ ഒരാളെ തെറി വിളിക്കാനും മറ്റിനൊക്കെ പോകുന്നത് ആണോ? എൻ്റെ ലൈഫിൽ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ യൂട്യൂബിൽ 2 ആളുകൾ എനിക്കെതിരെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഒന്ന് കൈസ് എന്ന് പറഞ്ഞൊരാളും പിന്നെ വേറെ ഏതൊരു ലേഡി, പിന്നെ വേറെ കുറച്ച് ആളുകളുണ്ട്. ഇവർക്കൊന്നും എൻ്റെ പേഴ്സണലായിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ട് പോലും എന്താണ് ശരിക്കുള്ള പ്രശ്നം, ഒരു വിഷയം കേൾക്കുമ്പോൾ 2 ഭാഗം കേൾക്കണമായിരുന്നു. പക്ഷേ ഈ സാജി ഒരു വിഷയം കേട്ടപ്പം 2 ഭാഗം കേട്ടു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അവർ വാട്ട് എവർ ഫസ്റ്റ് ഓഫ് ലൈഫിൽ എന്തും ആവട്ടെ, പക്ഷെ അവരെന്നെ വിളിച്ച് എനിക്കൊരു മെസ്സേജ് അയച്ചു. മെസ്സേജ് അയക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം എൻ്റെയും എൻ്റെ മോളുടെയും ഒരു വീഡിയോ അവർ ഇൻസ്റ്റഗ്രാമിൽ സ്റ്റോറി ഇട്ടു. ഞാനത് റിട്ടേൺ സ്റ്റോറി ആക്കി വെച്ചതിന് ശേഷമാണ് എനിക്ക് ഒന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാനും അവളുമായിട്ട് സംസാരിച്ചപ്പം എൻ്റെ എക്സ് വൈഫ് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് മെസ്സേജ് അയക്കുന്നത്. അങ്ങനെ ഞാൻ വിളിച്ച സമയത്ത് അവർ ഇവിടുന്ന് യാത്ര ചെയ്ത് വരുന്ന സമയമാണ്. ആ സമയത്ത് എന്നെ വിളിച്ച് സംസാരിച്ചപ്പം എൻ്റെ ലൈഫിൽ ഉണ്ടായ ഞാൻ പറഞ്ഞു, വീഡിയോ ഇടണമെങ്കിൽ നിങ്ങൾ ഇട്ടോളി, അതെനിക്കൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ഇല്ല, ഞാൻ അങ്ങനെ വീഡിയോ ഇടൂല, എനിക്ക് 2 സൈഡ് എനിക്ക് അറിയണം, അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു. അപ്പം എന്നോട് കാര്യങ്ങൾ ചോദിച്ചപ്പം ഞാൻ 2010-2011 മുതൽ കല്യാണം കഴിയുന്ന ആ സമയം മുതൽ ഈ സാജി എന്ന് പറയുന്ന വ്യക്തി എന്നെ രാത്രി വിളിക്കുന്ന ആ സമയം വരെയുള്ള എല്ലാ സ്റ്റോറീസും ലൈഫിൽ നടന്നിട്ട് ലൈവായിട്ട് ഞാൻ ആ കാര്യങ്ങൾ വിത്ത് എവിഡൻസ് ആയിട്ട് ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം എൻ്റെ എക്സ് വൈഫിനെ അവർ വിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ട് ചോദിച്ചു, ഇന്നമാർക്കുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ യാഥാർത്ഥ്യമാണോ, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ച് അവർ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആ മെസ്സേജ് അയച്ചോട് കൂടി എന്ത് ചെയ്ത് ഈ സാജിനെ എൻ്റെ എക്സ് വൈഫ് ബ്ലോക്കാക്കി പോയി. ഈ ബ്ലോക്കാക്കിയതിന് ശേഷം ഞാനും എൻ്റെ വഴിക്ക് പോയി, സാജിൻ്റെ വഴിക്ക് പോയി. അവർക്ക് അവരെ മക്കളെ നോക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അവരവരുടെ വഴിക്ക് വളരെ സ്മൂത്തായിട്ട് പോയി. എന്നെ ഉപദ്രവിക്കാനോ എന്നെ പ്രേമിക്കാനോ എന്നെ സ്നേഹിക്കാനോ ഒന്നും വന്നിട്ടില്ല. പിന്നെ അവർ എൻ്റെ മക്കളെ വീഡിയോ കോൾ ചെയ്തിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. ഉപ്പച്ചി പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ ക്ലിയർ ആണോ, കറക്റ്റാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരത് മുഖത്തോട് നോക്കിയിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞിട്ടുമുണ്ട്. ഇതിന് ശേഷം ഞാൻ മിനിഞ്ഞാന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടു. എൻ്റെ മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. ഈ ബർത്ത്ഡേൻ്റെ സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടു.
വീഡിയോ ഇട്ടപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മോളെ തലയിൽ ചെറിയ ചെറിയ ഈരുകളുണ്ട്. ഞാൻ ഒരുപാട് മെഡിസിൻസ് ഞാൻ യൂസ് ചെയ്ത് നോക്കി, പക്ഷെ അത് പോകുന്നില്ല. കാരണം ഈ മദ്രസയിലൊക്കെ പോകുമ്പം മറ്റുള്ള കുട്ടികളുടെ തലയിൽ നിന്നൊക്കെ വരുന്നതാവാം. അപ്പോൾ എനിക്കും സമയത്തിന് വളരെ പരിമിതിയാണ്, കാരണം വളരെ സമയം കുറവാണ് എനിക്ക്. അപ്പം ഈ ചെറിയ ചെറിയ പേനുകൾ കണ്ടിട്ട് എൻ്റെ എക്സ് വൈഫ് മിനിഞ്ഞാന്ന് എനിക്കൊരു മെസ്സേജ് അയച്ചത് ഇതുപോലെയാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. സ്ക്രീൻ റെക്കോർഡായിട്ടാണ് ഞാൻ തരുന്നിട്ടോ. എടോ ഞാൻ അറിയാതെ ഞാൻ ചോദിക്കും, എന്തോ ഒലക്കിയ മക്കളെ നോക്കണേ. ആ കുട്ടിന് തലയിൽ പേന് പോയിട്ടാറ് എന്തോരോ ഈരും പേനും. ഈ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ചേർപ്പ് കൊടുത്തിട്ട് മുടി മാറുന്നിടത്ത് ആ കുട്ടികളെ മൂത്തുകൾ നോക്കി വ്യക്തമായിട്ട് ഞങ്ങൾ അവരെ നെയിം എഴുതി വെച്ചിട്ടുള്ളത് വളരെ വൃത്തിയായിട്ട രീതിയിലാണ് ഞാൻ നെയിം എഴുതി വെച്ചിട്ടുള്ളത്. അത് കാര്യമാക്കേണ്ട, കാരണം അത്രയും ഞാൻ വെറുക്കുന്ന, ഈ ലൈഫിൽ ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ഒരു വ്യക്തി അവർ തന്നെയാണ്. പക്ഷെ അവരെന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു മോശമായിട്ടുള്ള രീതിയിൽ ചിത്രീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, ലൈഫിൽ ആദ്യമായിട്ടല്ല ഡിവോഴ്സ് എന്ന് പറഞ്ഞൊരു സമ്പ്രദായം നടക്കുന്നത്. ആസ് എ നല്ല ഗുഡ് ഫ്രണ്ടായിട്ട് പിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മക്കൾക്ക് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ഒരുമിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. ഇതിപ്പം ജീവിതത്തിൽ റോഡ് സൈഡിൽ ചത്ത് കിടക്കുകയാണെങ്കിൽ പോലും നമുക്ക് തിരിഞ്ഞു നോക്കാൻ പറ്റാത്തത്ര വെറുപ്പുണ്ടാക്കി വെച്ചിട്ടാണ് പോകുന്നത്. ഞാനത് വൃത്തിയായിട്ട് ഞാൻ പറഞ്ഞതാണ് സംഭവം. അപ്പം ഇതാണ് ആ സ്ക്രീൻ റെക്കോർഡ്. അപ്പം ഈ ഈര് പേന് കണ്ടു എന്ന് പറഞ്ഞിട്ട് എൻ്റെ എക്സ് വൈഫ് വളരെ മോശമായിട്ട് എനിക്കൊരു വോയിസ് റെക്കോർഡ് അയച്ചതും അതിൻ്റെ മുകളിൽ സാജിനെ നാട്ടുകാർ തെറി വിളിക്കുന്നുണ്ട്, നിങ്ങളെ ചങ്കത്തിയല്ലേ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഒരു മെസ്സേജുമാണ് ഒരു ഫേക്ക് നമ്പറിൽ നിന്ന് എനിക്ക് വന്നിട്ടുള്ളത്. അപ്പം ഈ ഒരു മെസ്സേജ് ഞാൻ എന്ത് ചെയ്ത് സാജിദ്ക്ക് അയച്ചു കൊടുത്തു. എന്താണ് ഈ യൂട്യൂബിൽ പറയുന്നത്, എനിക്കിതിനെപ്പറ്റി അറിയില്ല, ഞാൻ നിങ്ങളെ യൂട്യൂബ് ചാനൽ കാണാറുമില്ല, സബ്സ്ക്രൈബ് ചെയ്തിട്ടുമില്ല, ലൈക്ക് ചെയ്യില്ല, ഒന്നും ചെയ്യില്ല. ഇതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഇതാരാണ് അയച്ചതെന്ന് ചോദിച്ചപ്പം എൻ്റെ എക്സ് വൈഫ് അയച്ചതാണെന്ന് പറഞ്ഞപ്പോഴാണ് അവർ തമ്മിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇത് പറയണത് പിന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്ററോ അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കുക ഇല്ലെങ്കിൽ എല്ലാ കഥകൾ പറയുക ഒന്നും അല്ല സംഭവങ്ങൾ. എനിക്കെതിരെ ഇതിന് മുന്നേ റിയാക്ട് ചെയ്ത 2-3 വ്യക്തികൾ ഉണ്ടെങ്കിൽ പോലും അവർ എന്നെ വിളിച്ചൊരു, എൻ്റെ നമ്പർ പബ്ലിക്കിലുണ്ട്, എൻ്റെ ഡീറ്റെയിൽ പബ്ലിക്കിലുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിവരം വിദ്യാഭ്യാസമുള്ള അവർ തന്നെ ഒരു 2 സൈഡ് കേൾക്കാതെ ഒരു സൈഡ് മാത്രം കേട്ടിട്ട് എനിക്കെതിരെ റിയാക്ട് ചെയ്തിട്ട് യൂട്യൂബിൽ നിന്ന് വരുമാനം ഉണ്ടാക്കിയാണ്ട് തിന്ന് അപ്പിട്ട് പോയ ആളുകളാണ്. എന്നാലും കുറച്ചൊരു ക്വാളിറ്റി ഞാൻ കണ്ടിട്ടുള്ളത് ഈ സാജിൻ്റെ അടുത്താണ് സംഭവം. ഞാൻ ന്യായീകരിച്ച് പറയില്ല, അവരെന്തോ ആവട്ടെ, മനുഷ്യനാണ്, പഠിച്ച മനുഷ്യനാണ്, കുറവുകളുണ്ടാവും. നിങ്ങൾ ഒരു വ്യക്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഇതാക്കിക്കൊണ്ട് ഉത്തരക്കാണ്. ഇതിപ്പോൾ ഞാനാണെങ്കിലും അങ്ങനെ തന്നെ, നമ്മളെ വായന എന്തെങ്കിലും ചാടാൻ വേണ്ടി കാത്തിരിക്കാറ്. പിന്നെ നിങ്ങളെ വായന്ന് ചാടി എന്ന് വിചാരിച്ചാണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. മാന്യമായിട്ടാണെന്ന് വെച്ചെങ്കിൽ ഞാനും മാന്യതയ്ക്കാറും. പിന്നെ ഇപ്പം ഇതിലിപ്പോൾ ആരും വന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലാനൊന്നും കൊണ്ടുപോകണമെന്നില്ലല്ലോ. അപ്പോൾ നിങ്ങളെന്ത് ചെയ്യുക, ഇതാണ് യാഥാർത്ഥ്യം. എൻ്റെ എക്സ് വൈഫ് തന്നെയാണ് ഇതിൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും ആള്. എൻ്റെ എക്സ് വൈഫിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ആരൊക്കെ കൂടെ പോകുന്നു, ഞാൻ ആരൊക്കെ കൂടെ മിങ്കിളാകുന്നു, ഞാൻ ആരടുത്തൊക്കെ കിടക്കാൻ പോകണം, എനിക്ക് കിടക്കാൻ പോകേ ഞാൻ പോവും. ഞാനൊരു മനുഷ്യനാണ്. അത് ചിലപ്പോൾ എനിക്ക് സാഹചര്യം ഉണ്ടാവില്ല കല്യാണം കഴിച്ച് കൂടെ കൂട്ടാൻ. അപ്പോൾ 5-10 കൊടുത്താൽ പോവും. അത് എൻ്റെ ആരോഗ്യം, എൻ്റെ സമയം, എൻ്റെ ടൈം, എൻ്റെ എൻ്റർടൈൻമെൻറ്റ്, എൻ്റെ എൻജോയ്മെൻറ്റ്. അത് കമൻ്റ് അടിക്കണ കമൻറ്റുകൾക്കും വീഡിയോ കണ്ടാണ്ട് വിരാന്ത ചെയ്യാണ്ട് മറ്റുള്ളവരുടെ കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കുന്ന ആളുകളോടാണ് പറയുന്നത്, സ്വന്തം കാര്യങ്ങൾ നോക്കി പോവാം അല്ലേ. അത് നോക്കി പോകരുത് കേട്ടോ. കാരണം എന്താ വെച്ചാൽ നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഞങ്ങളെപ്പോലുള്ള ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നത്. പിന്നെ അപ്പം ബൈ ദ ബൈ ആസ് വെൽ ആസ് ഇമ്പോസിബിൾ ഇതാണ് നടന്നിട്ടുള്ളത്. പിന്നെന്താ ഞാനു, അപ്പം ഞാൻ എൻ്റെ കുട്ടിക്ക് മുടിയൊന്ന് കെട്ടി കൊടുക്കട്ടെ. നാട്ടിൽ പോകണം, ഞാനു നാട്ടിൽ പോകണം.